ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. ഇന്നത്തെ എന്റെ ഡെയിലി വ്ലോഗിലേക്ക് ഇവർക്ക് സ്വാഗതം. അപ്പൊ ഞാനും എന്റെ കുഞ്ഞുമണിയൊക്കെ ചുന്തിരി മണികളായിട്ട് നിൽക്കുന്ന കണ്ടോ? ഈ കുഞ്ഞുമണി ഇവിടെ നിന്ന് ചാടുകയാണ് കേട്ടോ സന്തോഷം കൊണ്ട്. എന്താണെന്നല്ലേ സംഭവം? ഇന്ന് ഞങ്ങൾ പോളിയോ കുടിക്കാൻ വേണ്ടി പോവാണേ. ഞങ്ങളല്ല കേട്ടോ കുഞ്ഞുമണി പറഞ്ഞു വന്നപ്പോ ഞങ്ങൾ എന്നൊന്ന് വന്നു കേട്ടോ. ഇതാണ് എന്റെ മൂത്ത അനിയൻ രോഹിത് കേട്ടോ. അപ്പൊ അതേ പ്രായം കൊണ്ട് ഞാൻ മൂത്തെങ്കിലും നീളം കൊണ്ട് അവനാണ് കേട്ടോ മൂത്തത്. അല്ലെങ്കിൽ എല്ലാ വീട്ടിലും കാണൂല്ലേ ചേച്ചിമാരെക്കാട്ടിലും നീളമുള്ള അനിയന്മാരെ കൊന്ന തിങ്ങ പോലുള്ളവരാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങിയിട്ട് നടക്കുവാണ് കേട്ടോ. അപ്പൊ അതേ മഴയിടയ്ക്ക് ചാർന്നുണ്ട്. കുഞ്ഞുമണിയുടെ സന്തോഷം നിങ്ങൾ കണ്ടോ? പുള്ളിക്കാരിയുടെ വിചാരം നമ്മളേതോ ജ്യൂസോ ഷാർജയോ കുടിക്കാൻ പോകുന്നതാണ്. ആ ചിന്ത അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാനും മാറ്റാനൊന്നും പോകുന്നില്ല. മരുന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. പോളിയോ കുടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് ആ ചിരി മൊത്തം. മാമനുണ്ടെങ്കിൽ പിന്നെ എന്റെ കയ്യിലോട്ട് വരത്തില്ല കേട്ടോ. മാമന്റെ ഒക്കത്തിരുന്നോളൂ. മാമനും മോളും കൂടെ പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞോണ്ടൊക്കെ നടന്നോളും കേട്ടോ. ദേ ആകാശമൊക്കെ കണ്ടു. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഇന്നത്തെ ക്ലൈമറ്റ്. ചെറിയ രീതിക്ക് ഒരു തെളിച്ചുകൊണ്ട് എന്നാൽ മഴക്കോളും ഉണ്ട്. അങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ട് ഞങ്ങൾ അംഗനവാടി വന്നേ. അംഗനവാടിയിൽ വന്നപ്പോഴോ ദേണ്ട കുഞ്ഞുമണിയുടെ സ്വഭാവം ഒക്കെ മാറി കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു. കുഞ്ഞുമണിയുടെ വിചാരം എന്താണെന്നല്ലേ, സൂചി കുത്താൻ പോവാണെന്നാണ് കേട്ടോ. ഭയങ്കര പേടിയാണ് കുഞ്ഞുമണിക്ക് സൂചി. അങ്ങനെ ഭയങ്കര കരച്ചിലായിരുന്നേ. കുഞ്ഞുമണി ഇടയ്ക്കിടെ ഹോസ്പിറ്റലിൽ പോകുന്നില്ല. ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കുന്നതൊക്കെ കണ്ടിട്ട് കുഞ്ഞുമണിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ പിടിച്ചിരുത്തി നമ്മൾ പോളിയൊക്കെ കൊടുത്തു. പിന്നെ മഷിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടപ്പോഴത്തേക്കും കുഞ്ഞുമണിയുടെ പാതി കരച്ചിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഭയങ്കര സങ്കടമായിരുന്നു. പാവം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ടോ കരച്ചിൽ കണ്ടപ്പോഴത്തേക്കും. പിന്നെ നമ്മുടെ ഇവിടുത്തെ ആന്റിമാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. കുഞ്ഞുമണിനെയൊക്കെ അവിടെ പിടിച്ചിട്ട് ഭയങ്കര കാര്യപറിച്ചിലൊക്കെ ആയിരുന്നേ. പിന്നെ ഒരു വിധത്തിൽ കരച്ചിലൊക്കെ മാറിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അംഗനവാടിയുടെ പുറത്തിറങ്ങിയപ്പോഴുള്ള അവസ്ഥയായിരുന്നു കേട്ടോ. ഇത് ശരിക്കും കണ്ടോ ഒരു കുട മാത്രം നിൽക്കുന്നതല്ലേ തോന്നത്തുള്ളൂ. ഇതാണ് കേട്ടോ കുഞ്ഞുമണി. പാവം കുഞ്ഞുമണിയെക്കാട്ടിൽ വലിയൊരു കുടയും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ. ഇപ്പൊ ഞങ്ങളുടെ കരച്ചിലൊക്കെ മാറി ഞങ്ങളത് പൂർണ്ണ സന്തോഷവതിയായിരിക്കാണ് കേട്ടോ. നമുക്കിവിടെ അറിയുന്ന കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരുമായിട്ട് കളിക്കുമ്പോഴാണ് കേട്ടോ കുഞ്ഞുമണി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നത്. പിന്നെ മാമനുമായിട്ട് കാര്യം പറിച്ചലും കളിയൊക്കെ ആയിരുന്നേ. കുട കൈയിരിക്കുന്നതിന്റെയാണ് ഇതൊക്കെ. പിന്നെ ഞങ്ങൾ അവരോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. വീട്ടിൽ പോകുമ്പോഴോ റോഡിൽ വെച്ച് ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ കുറച്ചെടുത്ത കളിക്കൊക്കെ ശേഷം ദേ മാമൻ മോളെ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ വഴി കാണുന്ന പൂവൊക്കെ പിച്ച് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരികയാണ്. ശരിക്കും പറഞ്ഞാൽ മാമൻ ഇങ്ങനെ മോളെ തോളത്തെടുക്കുന്നുണ്ടായിട്ട് എനിക്ക് ചേട്ടായിനെ മിസ് ചെയ്തിട്ടോ. സാധാരണ ചേട്ടായാണല്ലോ കുഞ്ഞുമണി ഇങ്ങനെ തോളത്തെടുത്തിട്ട് നടക്കാറുള്ളത്. ചേട്ടായി മിസ് ചെയ്തിട്ടോ. ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. കാഴ്ച ഞങ്ങൾ നടന്നു വരുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും സൂം ചെയ്ത് കാണിക്കാവേ. കോഴികൾ ഊഞ്ഞാലിരുന്ന ആടാണ് കാഴ്ച ഇത്. കോഴികളിരുന്ന് ഊഞ്ഞാലാടുന്ന നോക്കി എനിക്ക് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നിയേ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇതൊക്കെയായിരുന്നേ. അപ്പൊ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരാൻ.